എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഭിലാഷ് ഇടമൺ. നമുക്കിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, എൻ്റെ നാടായ ഇടമൺ, തെന്മല, നമ്മുടെ തോണിച്ചാൽ ഭാഗത്ത് വനത്തിലെ തടി മുറിക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ട്. ഈ പകൽ സമയത്ത് അവർക്ക് ഡ്രൈവർക്ക് പരിസരം കണ്ട് വാഹനം ഓടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഇടമൺ സെക്ഷനിൽ വാഴോള ഭാഗത്ത് ഇലക്ട്രിസിറ്റി ലൈൻ പൊട്ടിച്ചു ഈ വണ്ടി. അവിടുന്ന് അനങ്ങാതെ അങ്ങ് പോയി. പക്ഷെ അടുത്തടുത്ത് ചെന്നപ്പോഴത്തേക്കിന് അവർ പെട്ടു. നാട്ടുകാർ കണ്ടു, അവരെ തടഞ്ഞിട്ടു. അങ്ങനെ അവസാനം പിന്നെ KCB അറിയിച്ചു. KCB ആള് വന്നു, ലൈൻ നമുക്ക് റിപ്പയർ ചെയ്തു തന്നു. രാത്രി കാലത്ത് ഒരു 12 മണിയായപ്പോഴത്തേക്കും നമുക്ക് കറണ്ട് കിട്ടി. നമ്മൾ ഓക്കെ. ഇപ്പോ ഇന്നലെ രാത്രിയിൽ ഏകദേശം ഒരു 7 മണിയായപ്പോഴത്തേക്കിന് ഇതേപോലെ വലിയ ലോറിയിൽ അമിത ലോഡ് കയറ്റി, എന്നാൽ വണ്ടിയേക്കാൾ ഒരുപാട് ഹൈറ്റിലാണ്, ലൈനിൽ മുട്ടിയാണ് അവിടെ വരുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, വിളിച്ചിട്ട് പറയണം ഇതേപോലെ ലോറി വരുന്നുണ്ട്, ലൈനൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം, വാഹനം പോയി അരമണിക്കൂർ കഴിയുമ്പോൾ ഓണാക്കാം എന്ന് പറഞ്ഞാൽ നമുക്കതൊരു മര്യാദയുള്ള കാര്യമാണ്. ഇത് ആരോടൊന്നും പറയാതെ ലോഡ് കയറ്റി വന്ന് ലൈൻ പൊട്ടിച്ചു. ഇന്നലെ 2 ലൈനാണ് പൊട്ടിച്ചത്. 2 ലൈൻ പൊട്ടിച്ചിട്ട് അപ്പോൾ തന്നെ ആൾക്കാർ കണ്ടത് കൊണ്ട് വലിയ അപകടങ്ങൾ ഉണ്ടായില്ല. കാരണം ലൈൻ പൊട്ടി നിലത്ത് വീണ് ആർക്കെങ്കിലും അതിൽ നിന്ന് ഷോക്ക് ഏറ്റിരുന്നെങ്കിൽ, ജീവഹാനി സംഭവിച്ചിട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ സാഹചര്യത്തിൽ ഇങ്ങനെയല്ല പറയേണ്ടത്. അപ്പോൾ എന്തായാലും വാഹനങ്ങൾ പോകണ്ടെന്ന് നമ്മൾ പറയുന്നില്ല, തലമുറിക്കാൻ കൊണ്ടുപോകാം, പക്ഷെ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടാവരുത്. അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ വീടുകളിൽ പൊടിക്കുഞ്ഞുങ്ങളും പ്രായമായിട്ടുള്ളവരും ഇൻസുലിൻ ഉപയോഗിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഈ മെഡിസിനൊക്കെ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. മാത്രമല്ല, മിക്കവാറും നമ്മുടെ ഒരു വീട്ടിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഉപകരണമാണ് ഫ്രിഡ്ജ്. ഫ്രിഡ്ജിൽ പല കാര്യങ്ങൾ നമ്മൾ വെച്ചിരിക്കും. ഇന്നലെ വെച്ചിരുന്ന ആഹാര പദാർത്ഥങ്ങൾ മൊത്തം ചീത്തയായി പോയി. ഇതിനൊക്കെ ആര് ഉത്തരം പറയും? അന്ന് രാത്രി തന്നെ നമ്മൾ വിളിച്ചു പറഞ്ഞു KCB ഇതേപോലെ ലൈൻ ബ്രേക്കായി കിടപ്പുണ്ടെന്ന്. പക്ഷെ അവർ വന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടങ്ങ് പോയി. ഇല്ലേ, എന്താണ്, അതിഥിയെ കാണാൻ വരുന്നവരെ കണ്ടിട്ടങ്ങ് പോയി. ഇതുവരെ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഏകദേശം 11:30 ഈ സമയം വരെയും അവരവിടെ വന്നത് റിപ്പയർ ചെയ്തിട്ടില്ല. തെന്മല പോലീസ് സ്റ്റേഷനെ അറിയിച്ച പ്രകാരം വണ്ടി അവർ കസ്റ്റഡിയിലെടുത്തു. നമ്മളെങ്ങാനും ഒരു ദിവസം ബില്ലടയ്ക്കാൻ മറന്നുപോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഫ്യൂസ് തരാൻ വരുന്ന KCB ഉദ്യോഗസ്ഥരോട് ഒരു ചോദ്യമുണ്ട്. ഞങ്ങള് പൈസ കൃത്യമായിട്ട് തരുന്നുണ്ട്, നമുക്കതിനുള്ള സേവനം നിങ്ങളും തരാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ നമ്മൾ ഇതുപോലെ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ഓർക്കുക, നമ്മൾ തരുന്ന നികുതി പണത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ശമ്പളമായിട്ട്. അപ്പൊ നമ്മൾക്ക് വേണ്ട സേവനം നിങ്ങൾ മാക്സിമം ചെയ്തു തരിക. കാരണം ഇന്നലെ വിളിച്ചു പറഞ്ഞതാണ്, അത് ഇതുവരെയും പരിഹരിച്ചില്ലെന്ന് പറയുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടാണ്. മഴക്കാലമൊന്നും അല്ലായിരുന്നു, മഴയൊന്നും ഇല്ലാത്ത സാഹചര്യമായിരുന്നു. പറയാതെ മഴയാ, അതുകൊണ്ട് ഞങ്ങൾ വരാതിരുന്നത്, അല്ലെങ്കിൽ വന്നിട്ട് ചെയ്യാൻ പറ്റിയിരുന്നു. ഇന്നലത്തെ ദിവസം മഴ എന്ന് പറയുന്ന സാധനം പെയ്തിട്ടില്ല. വളരെ നല്ല കാലാവസ്ഥയായിരുന്നു. എന്നിട്ട് കൂടി അവരത് വന്ന് ചെയ്തു തന്നില്ല. എന്തായാലും ഇത് വളരെ മോശം നടപടിയായി പോയി. ഇതുപോലുള്ള പ്രവർത്തികൾ ഇനി ഉണ്ടാകാതിരിക്കണം. ഓക്കെ, താങ്ക് യു.